ഫ്രണ്ട്സ്, അപ്പം ബിഗ് ബോസിലെ കഴിഞ്ഞ ദിവസത്തെ ഡേ 40 അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുള്ളവർക്ക് അത് ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. കാണാത്തവരുണ്ടെങ്കിൽ, ലൈവിൽ മിസ്സായവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ എപ്പിസോഡ് ഒന്നുകൂടി എടുത്ത് കാണണം. ഞാൻ ജാസ്മിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. തികച്ചും ചെറ്റത്തരം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ അതിനെ തെണ്ടിത്തരം എന്നും പറയാം. പക്ഷെ ജാസ്മിൻ്റെ ഇതുപോലത്തെ ഒരു ഗെയിം, ഇത്രയും വൃത്തികെട്ട ചീപ്പ് ഗെയിം, അൺസഹിക്കബിൾ എന്ന് പറയില്ലേ, അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. സംഭവം എന്താന്ന് പറഞ്ഞാൽ, ജിൻഡോ ജാസ്മിൻ ആ സംഭവമാണ്. ജാസ്മിനെ ജയിലിൽ പോകുന്നു. അതുവരേക്കും ഓക്കെ. ജയിലിരുന്ന് എന്താ പറയുക, ഘോരം ഘോഷിക്കുന്ന എന്താ പറയുക ആക്രോശങ്ങളും ചുമ്മാ ഈ എന്തോ വലിയ മഹത്താണ് എന്ന് പറഞ്ഞ് ജിൻഡോനെ ചൊറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കണ്ടന്റിന് വേണ്ടി എന്തോ ചെയ്യുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം ജയിലിൽ കിടക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ടൈമുണ്ട്. ബിഗ് ബോസ് പറയുന്നു ഫുഡുമായിട്ട് കഞ്ഞിയും ചമ്മന്തിയോ അച്ചാറോ എന്തൊക്കെയോ ആണ് അത് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്യാപ്റ്റൻ ജിൻഡോ ആണ്. ജിൻഡോ ജയിൽ തുറന്ന് ആ കഞ്ഞി മുഴുവൻ തുറക്കുന്നില്ല, ജയിലിന്റെ പാതി. ഇതിപ്പോ ജയിൽ വാതിലാണെങ്കിൽ കുറച്ച് ഇങ്ങനെ അകത്തുന്നേ ഉള്ളൂ. എന്നിട്ട് ജിൻഡോയ്ക്ക് കടക്കേണ്ട പാതിന് ജിൻഡോ ഫുള്ളായിട്ടും അകത്ത് കയറുന്നുമില്ല. പുറത്തിങ്ങനെ നിന്ന വാതിക്കിൽ നിന്ന് കുനിഞ്ഞ് ആ കഞ്ഞിയും ചമ്മന്തിയും തറയിൽ വെക്കുന്ന ഗ്യാപ്പിൽ എവിടുന്നോ എന്താ പറയാ ഒരു ഇടിവെട്ടലില് കൂണ് മുളക്കില്ലേ, അതുപോലെ ഗബ്രി അവിടെ എത്തി. അത്ര സമയം ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇനി എന്റെ ശ്രദ്ധയിൽ പെടാത്താണോ, ഇനി അവിടെ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഞാൻ മനസ്സിലാക്കിയത്, ഇടി പൊട്ടിയ സമയത്ത് കൂണ് മുളച്ച പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പാഞ്ഞ് ഗബ്രി വരുന്നു, ജാസ്മിനെ കൈകൊണ്ട് കാണിക്കുന്നു, ജാസ്മിൻ പാഞ്ഞു വരുന്നു. എല്ലാം ഒരു സെക്കൻഡില് ആ കുനിഞ്ഞ് ഈ വാതിക്കൽ നിന്ന് ജിൻഡോ എന്ന ക്യാപ്റ്റൻ കുനിഞ്ഞ് അച്ചാറും ചമ്മന്തിയും കഞ്ഞിയും കുനിഞ്ഞ ആ തറയിൽ വെക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ രണ്ടുപേരും കൂടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അത് നോക്കണേ നിങ്ങൾ ഒരു കാര്യം, ആ കുനിഞ്ഞ് നിൽക്കുന്ന ആളുടെ അപ്പുറവും ഇപ്പുറവും നിന്നിട്ടാണ് വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ എത്ര മാത്രം ഇറിറ്റേറ്റ് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക. എന്ത് ടാസ്ക് തന്നെ ആയിക്കോട്ടെ, എന്ത് ടാസ്ക് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് അവരുടെ കണ്ടന്റ് കൊടുക്കുന്നതായിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ അവർ വേറെ തനിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യലോ, അല്ലെങ്കിൽ ആ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ചെയ്യലോ, അല്ലെങ്കിൽ അവർ അത് കഴിഞ്ഞിട്ട് പിന്നെയും ജിൻഡോനെ ചൊറിയാനായിട്ട് ഈ എന്താ പറയാ കമ്പി അഴികൾക്ക് അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് രണ്ടുപേരും കൂടി കമ്പികൾ പൊട്ടിപ്പോകുന്ന വിധം കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് നമുക്കത് വിഷയമല്ല. അത് അവരായി അവരുടെ പാടായി, അത് നമുക്ക് വിഷയമല്ല. പക്ഷെ ഞാൻ പറഞ്ഞൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഒരാൾ കുനിഞ്ഞ് വെക്കുമ്പോൾ, ഈ കഞ്ഞി താഴേക്ക് വെക്കുമ്പോൾ അവർ കുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അപ്പുറവും ഇപ്പുറവും പാഞ്ഞ് വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നത് എന്ത് കണ്ടന്റാണ്? അപ്പോൾ ഇതിന് ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ ജാസ്മിൻ്റെ ആരാധകരെ കണ്ടാലും ശരി, ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ശരി, കുറേ പേരിങ്ങനെ ചൊറിയാനായിട്ട്, ഇത് എൻ്റെ വീഡിയോ ആണ്, എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ഇനിയിപ്പോൾ ജാസ്മിൻ്റെ ആരാധകർക്ക് ചൊറിഞ്ഞാലും ഗബ്രിയുടെ ആരാധകർക്ക് ചൊറിഞ്ഞാലും നെവർ മൈൻഡ്, എനിക്കത് വിഷയമല്ല. എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞാൻ ഈ പറയുന്നത്. സോ ഇതിന് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആക്രാന്തം എന്ന് തന്നെ പറയും. അത് ഏതാണെങ്കിലും ശരി. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ജയില് എന്നുള്ളത് മറ്റേ സംഭവത്തിനല്ല എന്നുള്ളത്. അവിടെ ടൂർ പോകുന്ന പോലെ പോകാനല്ല, ജയിൽ ഒരു ശിക്ഷ കിട്ടിയിട്ട് പോകുന്നതാണ്. അതിനിടയിൽ ശരി ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണെങ്കിൽ പോകുന്നു, ശരി നിന്റെ ശിക്ഷ കാലാവധി കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുന്ന വിധമാണെങ്കിൽ പോലും, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ ഒന്ന് ഹഗ് ചെയ്ത് ആശ്വസിപ്പിച്ച് ഒരു ഗുഡ് നൈറ്റ് പറയുന്ന വിധമാണെങ്കിൽ പോലും, ഒരു മനുഷ്യനെ അപ്പുറത്ത് കുനിഞ്ഞു നിൽക്കുമ്പോൾ അവരുടെ മേത്തുകൂടെ ചാരിയിട്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിൽ കാണിക്കുന്നത് മഹാചെറ്റതരം. ശരിക്കും ഇത് എന്താ പറയാ, ഇത് പിന്നെയും പ്രേക്ഷകര് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എന്ന് കാണിക്കുന്ന വിധത്തിൽ ഒരു ഇറിറ്റേറ്റ് ചെയ്യുക. അവരിപ്പം ഹഗ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഉമ്മ വെക്കുന്നതിനോ നമുക്ക് വിരോധമൊന്നുമില്ല. അത് അവരുടെ കണ്ടന്റ് അവർ എങ്ങനെ വേണമെങ്കിലും കാണിച്ചോട്ടെ. അതാ ഞാൻ പറഞ്ഞ കുറച്ച് മുന്നേ പറഞ്ഞത്, ജയിലിന്റെ എന്താ പറയുക, ജയിൽ പൂട്ടിയ ശേഷം വന്നിട്ട് അവർ കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരെ കാണിക്കാനായിട്ടും ജിൻഡോനെ ചൊറിയാനായിട്ടും വന്ന് കമ്പി പൊട്ടിക്കുന്ന വിധം കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ. അത് അവരുടെ കണ്ടന്റ്, അത് അവർ കൊടുക്കുക വാങ്ങുക എന്തോ ചെയ്തോട്ടെ, എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട്, അത് ചെയ്തോട്ടെ. പക്ഷെ ഈ കാണിച്ചത് മഹാചെറ്റത്തരം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ലാലേട്ടനെ എടുത്ത് ചോദിക്കണം. കാരണം ഇതൊരു ജയിൽവാസമാണ്. ഈ ജയിൽവാസത്തിൽ ഇത് കൊടുക്കാന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഈ സംഭവങ്ങൾ, അതായത് ജിൻഡോ എന്ന വ്യക്തിയെ
എന്താ പറയുക അപമാനിക്കും വിധമാണ് അത് ചെയ്തത്. അല്ലെങ്കിൽ ജിൻഡോ ചേട്ടാ ഒരു മിനിറ്റ് ജയിലിൽ അടയ്ക്കാൻ വരട്ടെ, ഞാൻ ജാസ്മിനായിട്ട് ഒരു ഗുഡ് നൈറ്റ് പറയട്ടെ എന്ന് പറഞ്ഞ് ജിൻഡോ ഒന്ന് മാറിയ ശേഷം ഒന്ന് ഹഗ് ചെയ്ത് ഗുഡ് നൈറ്റ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് തോന്നില്ല. പക്ഷെ ഒരു മനുഷ്യനെ ഇതിൽ കൂടുതൽ ഇങ്ങനെ അപമാനിക്കുക എന്ന് പറയുന്നത് വേറെയില്ല. ഇത് മഹാ ചെറ്റത്തരമായി പോയി. 23 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി ഇത്രയും പിടിച്ചു നിൽക്കണു. എന്ത് പിടിച്ചു നിർത്തുവാണ്? ഇതെല്ലാം ശരിക്കും പറഞ്ഞ വളർത്തു ദോഷം എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പെൺകുട്ടി കാണിക്കുന്നതിന് പാവം അച്ഛനും അമ്മനെ എന്തിനാണ് പറയുന്നതെന്നുള്ളത്. പക്ഷെ എന്താ പറയാ, ഒരു കാലത്തും ഞാൻ നേരിയാവില്ല. ഞാൻ ഇത്രയും തരം താഴ്ന്നാണ് ഈ ഗെയിമിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരും തരം താഴ്ന്ന് തെണ്ടിത്തരവും കാണിച്ചിട്ട് പോകും എന്ന് പറഞ്ഞ് തീരുമാനിച്ചുറപ്പിച്ചിട്ട് വന്ന ഒരു ഐറ്റമാണ് ഈ പറയുന്ന ജാസ്മിൻ. ഞാൻ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇനി എന്ത് പറഞ്ഞാലും ശരി, വായാണെങ്കിലും വായിന്ന് വരുന്ന വാക്കുകളാണെങ്കിലും തറയല്ല, തത്രയുമല്ല, കൂതറയാണ്. വെറും എന്താ പറയുക തൊട്ടിത്തരം, ഒരു റൗഡിസമായ ഒരു നാലാംകിട ഏർപ്പാട് വർത്തമാനങ്ങളൊക്കെയാണ് വായിന്ന് വരുന്നത്. പിന്നെ അതേപോലെ പിന്നെ ജിൻഡോനെ പറഞ്ഞത്, ജിൻഡോ എന്ന വ്യക്തിയോട് ടോം ആൻഡ് ജെറി കളിക്കുന്നവര് ഈ എന്താ പറയുക ഒരു പ്രൊമോ ഒരു വീഡിയോസ് ഏഷ്യനെറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ആൾക്കാർ വന്നിട്ട് പുകഴ്ത്തന്നെ ജാസ്മിനാണ് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത്, ജാസ്മിൻ അതാണ് ആയിക്കോ. പക്ഷെ പ്രേക്ഷകർന്നൊന്നുണ്ട്, ചില നിലപാടുകൾ വെക്കുന്നത്, ചില ഗെയിം കളിക്കുന്നത്, ടാസ്കുകൾ ചെയ്യുന്നത്, ചില രണ്ടുപേരും കൂടെ എന്താണ് അവർ തമ്മിലുള്ള ഒരു കോംബോ ചില നിമിഷങ്ങളിലെല്ലാം നമുക്ക് ഓക്കെ. പക്ഷെ എന്നും പറഞ്ഞ് എല്ലാ തൊട്ടിത്തരും നമ്മൾ കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ. സോ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞാൻ ഈ പറയുന്നു. അതേപോലെ തന്നെ ജിൻഡോ എന്ന വ്യക്തിയോട് എന്ത് വിരോധം ഉണ്ടെങ്കിലും കാണിക്കും. ഇവിടെ പറയല്ലോ നിലപാടില്ല, മനുഷ്യത്വമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഘോരം പറയുന്നുണ്ടല്ലോ. ഇവളുടെ അത്രയും നാക്ക് ജിൻഡോയ്ക്ക് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം. ജിൻഡോയ്ക്ക് അതുപോലെ തിരിച്ചു പറയാൻ പറ്റില്ല. ഇവൾക്ക് ഈ ചെന്നൈയിലിരുന്ന് അവളുടെ വീട് എവിടെയാണോ അതുവരെയ്ക്ക് നാക്കിന് നീളമുള്ളത് കൊണ്ട് അവളെ ലബലബലബലാന്ന് അടിക്കണോ. ആ നാക്കിന് പിടിച്ചു നിർത്താനോ അത് മറികടക്കാനോ ജിൻഡോനെ കൊണ്ട് കഴിയുന്നില്ല എന്നും വെച്ച് അത് ജിൻഡോന്റെ പരാജയമല്ല, അവളുടെ തൊട്ടിത്തരമാണ് വെളിയിൽ വരുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അതുമല്ലാതെ പിന്നൊരു വേറെ വിഷയത്തില് ജിൻഡോനെ പറയുന്നത് കരിഞ്ഞ മത്സ്യകന്യകൻ. ഒരാളെ ഇവർ പറയുന്നുണ്ടല്ലോ ബോഡി ഷേമിംഗ് ആണ്, അങ്ങനെയാണ്, ഇങ്ങനെ ക്യാരക്ടർ അസാസിനേഷൻ എന്നെല്ലാം പറഞ്ഞിട്ട് ഘോരം ബിഗ് ബോസ് വീട്ടിനകത്ത് പറയുന്നുണ്ടല്ലോ. ഇവള് കാണിക്കുന്ന ബോഡി ഷേമിംഗ് ഇതെങ്ങനെയാണ് ഒരു കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് എങ്ങനെ ജിൻഡോന് ഇവള് മുദ്ര കുത്താൻ പറ്റും? ഇവൾക്ക് അതെങ്ങനെ പറയാൻ പറ്റും? ജിൻഡോ എന്ന വെളിയിലെ ഒരു വ്യക്തി, ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന വെളിയിലൊരു ഒരു വ്യക്തിയെ ഇവൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമോ? അതുപോലെ ഇവൾക്ക് ആകാൻ പറ്റുമോ? ഇവളെങ്ങനെയാണ് ഒരാളുടെ നിറത്തിനെ അധിക്ഷേപിച്ചുകൊണ്ട് കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പറഞ്ഞ ഇവൾ ആരാണ്? ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് നമ്മൾക്ക് ഇതുപോലത്തെ ചോദ്യങ്ങളെല്ലാം വരുന്നത്. ആസ് എ കണ്ടസ്റ്റന്റ് എന്ത് എന്നുള്ളതല്ല, ഇവൾ ഇതുപോലെ വെക്കുന്ന നിലപാടിലാണ് കരിഞ്ഞ മത്സ്യകന്യകൻ എന്നുള്ളത്. ഈ രാത്രി ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇവൾ ആരാണ്? ഇവൾക്ക് കുറച്ച് തൊലി വെളുപ്പ് എന്നുള്ളതല്ലാതെ ഇവളുടെ വായിന്ന് വരുന്ന വാക്കുകളും ഇവള് കുളിക്കാറോ വൃത്തിയില്ല എന്നുള്ളത് ഇത്രയും പബ്ലിഷായിട്ട് പരക്കെ അറിഞ്ഞ ഇവൾക്ക് എന്ത് യോഗ്യതയാണ്? ജാസ്മിൻ എന്ത് യോഗ്യതയാണ്? കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പറഞ്ഞ് കറുത്ത ഇതിനെ അധിക്ഷേപിക്കാനുള്ള എന്ത് അധികാരമാണുള്ളത്? അധികാരമല്ല, എന്ത് യോഗ്യതയാണുള്ളത്? തന്നെത്താനെ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജാസ്മിന് ഒന്നും പറയാനില്ല. ഇതൊരു ഗെയിം ഷോ ആണ്, ഇത് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട്, ഇതെന്തും പറയാ, എനിക്ക് തൊള്ള അത്രയും വലിയ നീളമുണ്ട്, നാക്ക് 16 മീറ്റർ നീളമുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്നത് ചെറ്റത്തരം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ബിഗ് ബോസ് ഷോയ്ക്ക് ഇതുപോലെയൊക്കെ ആളുകൾ ആവശ്യമായിരിക്കും, പക്ഷെ നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കണം. ഇത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കണം, ഒരാളുടെ നിറത്തെ അധിക്ഷേപിക്കുന്നത് കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് മുദ്ര കുത്തുന്നതും അതേപോലെ തന്നെ ഒരാള് കുമ്പിട്ട് നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ വന്ന് ഈ പേക്കൂത്ത് നടത്തുന്നത്, പേക്കൂത്ത് ശരിക്കും എക്സാക്ട് വേർഡ് ഞാൻ പറയുന്നത് പേക്കൂത്താണ്. ഇവര് റിയൽ ഫ്രണ്ട്ഷിപ്പാണ്, റിയൽ ആയിട്ടുള്ള ഇതാണെന്ന് പറഞ്ഞാൽ ജിൻഡോ ചേട്ടാ ഒരു നിമിഷം അവനോടൊന്ന് ഞാൻ ഗുഡ് നൈറ്റ് പറയട്ടെ, അല്ലെങ്കിൽ ഗബ്രി പറയട്ടെ, ജാസ്മിനോടൊന്ന് ഗുഡ് നൈറ്റ് പറയട്ടെ എന്ന് പറഞ്ഞൊന്ന് ഹഗ് ചെയ്ത് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചീപ്പ് നാടകത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ ഇത്രയും പറയേണ്ട ആവശ്യമില്ല. ഒരാളെ എത്രമാത്രം ഇത് ആ ഒരു വ്യക്തിയെ എന്ന നിലയിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു അരോചകമാണ്, ആരെടുത്താണെങ്കിലും ആയിക്കോട്ടെ. ഇനി അത് ജിൻഡോ അല്ല, വേറെ ഏതോ ഒരു വ്യക്തിയോടാണ് എങ്കിലും ആ ഒരു വ്യക്തിത്വത്തെയാണ് ഇവർ ഈ രണ്ടുപേരുടെയും കൂടെ ഈ പേക്കൂത്ത് കാരണം അപമാനിക്കുന്നത്. ഇതെന്റെ സ്വന്തം അഭിപ്രായമാണ് കേട്ടോ. എനിക്കത് ഞാൻ കഴിഞ്ഞ ദിവസം ഫുൾ ഡേ 40 ഫുൾ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് റിവ്യൂ ആണ്, ആ ലെവലിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ.
എനിക്ക് ഞാൻ വീണ്ടും വീണ്ടും അതിൻ്റെ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ എനിക്കത് ഈ കരിഞ്ഞ മത്സ്യകന്യകനും അതുപോലെ കുമ്പിട്ട് നിന്നതിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ കുമ്പിട്ട് നിന്ന ഒരാളെ ഇത്രയും അധിക്ഷേപിക്കുന്നു, ആ ഒരു വ്യക്തിയെ അപമാനിക്കുന്നത്, ഈ തേജോവധം ചെയ്യുന്നത്, ഇനി എന്തിന്റെ പേരിലാണെങ്കിലും എത്ര വലിയ കണ്ടന്റ് ആണെങ്കിലും ഇത്രയും നിലവാരമില്ലാത്ത ഷോ എന്ന് ആക്കി തീർക്കുന്നത് ഇവളുടെ തന്നെ ചില പേക്കൂത്തുകളാണ്. എനിക്ക് അത്രേ അതിനെ കുറിച്ചിട്ട് പറയാനുള്ളൂ. ഇതെന്റെ അഭിപ്രായം, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇതിൽ ആർക്ക് കുരുപൊട്ടിയാലും നെവർ മൈൻഡ്, എനിക്ക് കുരുപൊട്ടുന്നവർ കുരുപൊട്ടിക്കോളും. നിങ്ങൾ ഇങ്ങനെയും കാണിച്ചുകൊണ്ട് ഇവൾ ഇനി എന്ത് കാണിച്ചാലും, ഇവൾ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും അവളാണ് റാണി, അവൾ പറയണതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആളുകളായിട്ട് എനിക്ക് വരുന്ന മെസ്സേജുകളുണ്ട്. എല്ലാവരുമല്ല, ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഇത് കാണുന്നവരുണ്ടെങ്കിൽ കുറച്ച് വിഭാഗം ആളുകളാണ് അവളുടെ ഈ തൊലിവെളുപ്പിലും വൃത്തികേടിലും അവള് കാണിക്കുന്ന പൊട്ടത്തരത്തിലും അവളും അവനും ആ ചെക്കനും പെണ്ണും തമ്മിൽ കാണിച്ചു കൂട്ടുന്നതിലും ജയ് വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് കുറച്ച് പേരേ ഉള്ളൂ, ഒരു ന്യൂനപക്ഷം. പക്ഷെ ബഹുഭൂരിപക്ഷവും അതിന് എതിരാണ്. ഒരു പേരായി നിന്നവര് ഹഗ് ചെയ്യുകയോ ഉമ്മ വെക്കുകയോ അവർ ചേർന്നിരിക്കുകയോ കൈ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനാരും കുറ്റം പറയില്ല, അത് അവരുടെ റൈറ്റ് ആണ്. പക്ഷെ ഇവര് കാണിക്കുന്ന ചില ചേഷ്ടകളെ മാത്രമാണ് എല്ലാവരും വിമർശിച്ചിട്ടുള്ളതും ട്രോളിയിട്ടുള്ളതും. സോ ഇപ്പൊ കാണിച്ചതും തെണ്ടിത്തരം, ചേറ്റത്തരം, എന്താ പറയാ, ഒരാളുടെ ക്യാരക്ടറിനെ തന്നെ ഇല്ലായ്മ, ഒരു വ്യക്തിത്വത്തെ തന്നെ അവിടെ അപമാനിക്കുന്ന വിധം കാണിച്ച ഇവരെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തേണ്ടത് അത് നിങ്ങൾ തന്നെ പറയൂ. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഇത് എന്റെ അഭിപ്രായം. ഇതിനോട് നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും എനിക്കൊന്നുമില്ല. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.